ഹലോ ഫ്രണ്ട്സ്, ട്യൂട്ടർ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോ ഷോർട്ട് വീഡിയോ ചെയ്യുന്ന യൂട്യൂബേഴ്സിന് വളരെ ഹെൽപ്ഫുൾ ആകുന്ന ഒരു അടിപൊളി വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. കാരണം യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസർ ആകുന്നത് യൂട്യൂബ് ഷോർട്സ് വീഡിയോ ചെയ്യുന്നവരാണ്. യൂട്യൂബ് ഷോർട്സ് ചെയ്യുന്നവർക്കറിയാം അവർക്ക് എത്ര എമൗണ്ട് യൂട്യൂബിൽ നിന്നും ലഭിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ യൂട്യൂബിൽ ഷോർട്സ് വീഡിയോ ചെയ്യുന്നവർ തീർച്ചയായും അവസാനം വരെ കണ്ടിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അതായത് യൂട്യൂബ് ഷോർട്സ് ചാനലിൽ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ യൂട്യൂബ് ഷോർട്സ് വീഡിയോയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന പുതിയ യൂട്യൂബേഴ്സും അല്ലെങ്കിൽ ഓൾറെഡി തന്നെ യൂട്യൂബിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് ഷോർട്സ് ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ യൂട്യൂബേഴ്സിനും വേണ്ടിയാണ് ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ഞാൻ വരുന്നത്. കാരണം നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിരവധി ആളുകൾ നമ്മളോട് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. യൂട്യൂബ് ഷോർട്സ് ചെയ്യുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ യൂട്യൂബ് ഷോർട്സിൽ നിന്നും ഏണിങ്സ് ഉണ്ടാകുന്നവരായിക്കോട്ടെ, അവർക്കൊന്നും അറിയാത്ത കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിനുള്ള ആൻസറുകളാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ കണ്ടിരിക്കേണ്ട അല്ലെങ്കിൽ യൂട്യൂബ് ഷോർട്സ് ചെയ്യുന്ന എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. യൂട്യൂബിലൂടെ ഷോർട്സ് വീഡിയോ ചെയ്ത് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്ന നിരവധി ആളുകളെ നമ്മൾക്കറിയാം. മില്യൺസ് ഓഫ് വ്യൂസിലൂടെ നല്ല രീതിയിൽ ഷോർട്ട് ബോണസുകളും കിട്ടിയിട്ടുള്ളവരെയും നമുക്കറിയാം. ഈ ഒരു ഷോർട്ട് ബോണസ് കിട്ടുന്നത് കുറച്ച് എളുപ്പമുള്ള പരിപാടി ആയതുകൊണ്ട് ലോങ് വീഡിയോസിനേക്കാളും കൂടുതൽ ആളുകൾ ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എഡിറ്റിംഗ് അറിയാവുന്നതും കുറച്ച് ക്രിയേറ്റിവിറ്റി കൂടുതലുള്ള ആളുകളാണെങ്കിൽ അവർ ഫോക്കസ് ചെയ്യുന്നത് യൂട്യൂബ് ഷോർട്സിലേക്ക് തന്നെയാണ്. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, നമ്മുടെ സ്റ്റുഡിയോ ബാക്ക്ഗ്രൗണ്ടൊക്കെ നമ്മളൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ദിവസം നമ്മൾ കുറച്ച് കളറൊക്കെ ആഡ് ചെയ്ത് എഫക്റ്റ് ആഡ് ചെയ്താണ് ചെയ്തത്. ഇന്നൊരു റെഡിഷ് കളറാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റെയൊക്കെ എങ്ങനെ നമുക്ക് വളരെ തുച്ഛമായ രീതിയിൽ അല്ലെങ്കിൽ തുച്ഛമായ എമൗണ്ടിൽ നമുക്ക് ഒരു അടിപൊളി സ്റ്റുഡിയോ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ തുച്ഛമായ എമൗണ്ടിലുള്ള ഒരു അടിപൊളി റെഡിഷ് കളറായിട്ട് വരുന്ന ഒരു ലൈറ്റൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ള വീഡിയോ ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കിലാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന എമൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നല്ല രീതിയിൽ വീട്ടിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ തുച്ഛമായ രീതിയിൽ നിങ്ങളുടെ വീട്ടിലെ ഒരു റൂമിൽ നിങ്ങൾക്ക് യൂട്യൂബ് സ്റ്റുഡിയോ എങ്ങനെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ തുച്ഛമായ രീതിയിൽ എങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ ഞാൻ അടുത്തൊരു വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നതാണ്. നിരവധി ആളുകൾ നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ മൈക്ക് ഏതാണ്, ലൈറ്റ് ഏതാണ്, ക്യാമറ ഏതാണ്, എഡിറ്റ് ചെയ്യുന്ന ലാപ്ടോപ്പ് കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. യൂട്യൂബ് ഷോർട്സിൻ്റെ അകത്ത് നമുക്ക് ആദ്യ കാലങ്ങളിൽ റവന്യൂ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 100% എമൗണ്ട് നമ്മുടെ യൂട്യൂബ് ഷോർട്സിൽ നിന്നും നമുക്ക് ലഭിക്കുമ്പോൾ അതിൽ ഒരു 45% റവന്യൂ ആണ് യൂട്യൂബ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. 55%ഓളം യൂട്യൂബാണ് അത് എടുത്തുകൊണ്ടിരിക്കുന്നത്. യൂട്യൂബ് എങ്ങനെയാണ് നമുക്ക് വരുമാനം തരുന്നത് എന്ന കാര്യത്തിൽ ആർക്കും ഡൗട്ടില്ല. അതായത് നമ്മുടെ ഷോർട്സിലൂടെയും അല്ലെങ്കിൽ യൂട്യൂബ് ലോങ് വീഡിയോസിലൂടെയും പരസ്യങ്ങൾ, അതായത് നമ്മുടെ ടി വിയിൽ പരസ്യങ്ങൾ ആഡ് ചെയ്യുന്നത് പോലെ തന്നെയാണ് യൂട്യൂബിലെ വീഡിയോസിന് യൂട്യൂബ് പരസ്യ കമ്പനികളിൽ നിന്നും എമൗണ്ട് മേടിച്ചിട്ട് അത് നമ്മുടെ പോപ്പുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ യൂട്യൂബ് മോണിറ്റൈസേഷൻ കിട്ടിയിട്ടുള്ള ചാനലിലെ വീഡിയോസിൽ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓരോ വീഡിയോസിൻ്റെ ഇടയ്ക്കും നമ്മുടെ വീഡിയോസിൻ്റെ ഓരോ പോർഷൻ്റെ ഇടയ്ക്കും ആഡ് പ്ലേസ് ചെയ്യുന്നതിലൂടെ ഓരോ ആഡ് റൺ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഓരോ ആഡിനും കൗണ്ട് ഉണ്ട്. ഓരോ ആഡും ഇങ്ങനെ റൺ ആകുന്നതിന് ഒരു നിശ്ചിത തുക ഈ പരസ്യ കമ്പനികൾ യൂട്യൂബിന് നൽകുന്നുണ്ട്. ഈ എമൗണ്ടിൽ നിന്നും യൂട്യൂബ് ഒരു നിശ്ചിത തുക ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് യൂട്യൂബ് ഒരു മീഡിയം മാത്രമാണ്. അതായത് ഈ നമ്മുടെ ലോങ് വീഡിയോസും അല്ലെങ്കിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി നമ്മൾ ചെയ്യുന്ന ക്രിയേറ്റിവിറ്റി അത് യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ പ്ലേസ് ചെയ്യുകയും യൂട്യൂബ് അതിൽ നിന്നും റവന്യൂ ജനറേറ്റ് ചെയ്യുകയും അതിൽ നിന്നൊരു പോർഷൻ നമുക്ക് തരികയാണ് ചെയ്യുന്നത്. 100% റവന്യൂ കിട്ടുക. 100% എന്ന് പറഞ്ഞ് നമ്മുടെ ഒരു വീഡിയോയിൽ നിന്നും നമുക്ക് 1,00,000 രൂപ നമുക്ക് ഏൺ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ 45% നമുക്ക് കിട്ടും. അതിൻ്റെ 55% യൂട്യൂബ് എടുക്കും. യൂട്യൂബ് ഷോർട്ട് ബോണസിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയായിരുന്നു നമുക്ക് വന്നുകൊണ്ടിരുന്നത്. യൂട്യൂബിൻ്റെ ലോങ് വീഡിയോസിൽ നിന്നും നമുക്ക് എമൗണ്ട് കിട്ടുന്നതിലും യൂട്യൂബ് നമ്മുടെ നിന്നും ഒരു നിശ്ചിത തുക കട്ട് ചെയ്തിട്ട് അവരുടെ കമ്മീഷൻ എടുത്തിട്ട് ബാക്കിയുള്ള എമൗണ്ട് ആയിരുന്നു നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്.
യൂട്യൂബ് ഷോർട്സ് വീഡിയോ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും അറിയാം, യൂട്യൂബ് ഷോർട്ട് ബോണസ് ഹ്യൂജ് എമൗണ്ട് യൂട്യൂബിൻ്റെ ഷോർട്ട് ബോണസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യ സമയങ്ങളിൽ യൂട്യൂബ് ഷോർട്ട് വീഡിയോകൾക്ക് അവർ ഷോർട്ട് എമൗണ്ട്, അതായത് ഷോർട്ട് ബോണസ് ആയിരുന്നു മന്ത്ലി കൊടുത്തുകൊണ്ടിരുന്നത്. ഈ മന്ത്ലി കൊടുത്തുകൊണ്ടിരുന്നവർക്കറിയാം, അല്ലെങ്കിൽ മന്ത്ലി കിട്ടിക്കൊണ്ടിരുന്നവർക്കറിയാം എത്ര രൂപ അവർക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ സാധിച്ചു എന്നുള്ള കാര്യത്തിൽ അറിയാം. പക്ഷേ പിന്നീടുള്ള സമയങ്ങളിൽ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് യൂട്യൂബിൻ്റെ ഷോർട്ട് വീഡിയോയുടെ റവന്യൂ ഗൂഗിൾ ആഡ്സെൻസ് മുഖേനയാണ് നമുക്ക് വിഡ്രോ ചെയ്യാൻ അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ഷോർട്ട് വീഡിയോ ചെയ്യുന്നതിൻ്റെ എമൗണ്ട് ഗൂഗിൾ ആഡ്സെൻസിൽ വന്നിട്ട് അതിൽ നിന്നുമാണ് നമ്മുടെ ബാങ്ക് ട്രാൻസ്ഫർ ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. ഷോർട്ട് ബോണസ് ആയിട്ടല്ല നമുക്ക് കിട്ടുന്നത്, എല്ലാം ആഡ്സെൻസ് മുഖേനയാണ് നമ്മളുടെ ഷോർട്ട് വീഡിയോയുടെയും ലോങ് വീഡിയോസിൻ്റെ റവന്യൂ ഇപ്പോൾ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഷോർട്ട് വീഡിയോയുടെ ഫണ്ട് റിലീസ് ചെയ്ത സമയത്ത് തുടക്കകാലങ്ങളിൽ ഷോർട്ട് ബോണസ് ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒരു നല്ല ഷോർട്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അത്യാവശ്യം വ്യൂ ഉള്ളവരാണെങ്കിൽ ഒരു 500, 600, 400, 300 അങ്ങനെ പല വേരിയൻറ്റിൽ നമുക്ക് ഷോർട്ട് ബോണസ് നമുക്ക് മന്ത്ലി കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെയല്ല. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയട്ടെ, ഈ ഷോർട്ട് വീഡിയോ അല്ലെങ്കിൽ ഷോർട്ട് ചാനലുള്ളവർ ഷോർട്ട് വീഡിയോ ഫോക്കസ് ചെയ്ത് ചെയ്യുന്ന യൂട്യൂബേഴ്സ് ആണെങ്കിൽ അവർക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഷോർട്ട് വീഡിയോയ്ക്ക് പണ്ട് കാലങ്ങളിൽ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് വീഡിയോയ്ക്ക് മോണിറ്റൈസേഷൻ കിട്ടുക എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ക്രൈറ്റീരിയ ആണ്. ഷോർട്ട് വീഡിയോ ചെയ്യുന്ന യൂട്യൂബേഴ്സിന് അറിയാത്ത അല്ലെങ്കിൽ അവർ ഇതുവരെയും മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട്. അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോയിലേക്ക് ഇറങ്ങുകയാണ്, അതായത് ലോങ് വീഡിയോസിനേക്കാളും കൂടുതൽ റീച്ച് ചെയ്യുന്നത് ഷോർട്ട് വീഡിയോ ആണെന്നുള്ളൊരു ഉദാഹരണത്തിൽ അല്ലെങ്കിൽ ഒരു ഉദ്ദേശത്തോടു കൂടി ഷോർട്ട് വീഡിയോയിലേക്ക് വരുന്ന പുതിയ യൂട്യൂബേഴ്സ് ആണെങ്കിൽ അവരുടെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഷോർട്ട് വീഡിയോയിൽ നിന്നും അവർക്ക് ഏണിങ്സ് കിട്ടുക അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ മോണിറ്റൈസ്ഡ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂട്യൂബിൽ ഇടുന്ന ലോങ് വീഡിയോസും അവർക്ക് മോണിറ്റൈസ്ഡ് ആക്കാം എന്നുള്ളൊരു ചിന്ത അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ അവർക്കുണ്ട്. ഇത് രണ്ടും രണ്ട് ക്രൈറ്റീരിയ ആണ്. അതായത് നിങ്ങൾക്ക് യൂട്യൂബിൽ ലോങ് വീഡിയോസിന് മോണിറ്റൈസേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളൊരു ലോങ് വീഡിയോ ചെയ്ത്, അതായത് ലോങ് വീഡിയോസിൻ്റെ ക്രൈറ്റീരിയ, അതായത് യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 1000 സബ്സ്ക്രൈബറും 4000 വാച്ചവേഴ്സുമാണ്. 4000 വാച്ചവേഴ്സ് എന്നത് നമ്മൾ 1 ഇയറിനുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം. എന്നാൽ നമുക്ക് ഓൾറെഡി മോണിറ്റൈസേഷൻ കിട്ടിയിട്ടുള്ള, അതായത് നിങ്ങൾ ഓൾറെഡി മോണിറ്റൈസേഷൻ കിട്ടിയിട്ടുള്ള, അതായത് യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണെങ്കിൽ നിങ്ങൾ യൂട്യൂബിലൂടെ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന ആ വ്യൂസിനുള്ള എമൗണ്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഷോർട്ട് ബോണസ് കിട്ടിക്കൊണ്ടിരുന്നവർക്ക് അറിയാം നിങ്ങളുടെ ലോങ് വീഡിയോസ് ഒരിക്കലും മോണിറ്റൈസ് ആകില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ആ മോണിറ്റൈസേഷൻ്റെ എമൗണ്ട് നിങ്ങൾ വ്യൂ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എമൗണ്ട് കിട്ടില്ല ലോങ് വീഡിയോസിന്. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് വീഡിയോസ് നമുക്ക് മോണിറ്റൈസേഷൻ ചെയ്യുന്നതിന് അല്ലെങ്കിൽ മോണിറ്റൈസ്ഡ് ആക്കി നമുക്ക് അതിൽ ആഡ് പ്ലേസ് ചെയ്യുന്നതിന് നമുക്ക് സെപ്പറേറ്റ് ക്രൈറ്റീരിയ ആയിരുന്നു അതിൻ്റെ അത് ചെയ്യേണ്ടത്. ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 1000 സബ്സ്ക്രൈബറും 4000 വാച്ച് അവേഴ്സും മസ്റ്റായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വേണം. ഷോർട്ട് വീഡിയോയിൽ നിന്നും നമുക്ക് റവന്യൂ ജനറേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഷോർട്ട് ബോണസിൽ നിന്നും നമുക്ക് കുറേ എമൗണ്ട് കിട്ടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ലോങ് വീഡിയോസ് നമുക്ക് മോണിറ്റൈസേഷൻ ചെയ്യണമെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ യൂട്യൂബ് മോണിറ്റൈസേഷൻ്റെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് യൂട്യൂബ് ലോങ് വീഡിയോസിൽ നിന്നും നമുക്ക് എമൗണ്ട് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നിരവധി ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ഇപ്പോഴും അറിയാത്ത ആളുകളുണ്ട്. നിരവധി ആളുകൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ചോദിക്കുന്നതാണ്, എനിക്ക് ഷോർട്ട് വീഡിയോസിൽ നിന്നും അല്ലെങ്കിൽ ഷോർട്ട് ബോണസ് എനിക്ക് ലഭിച്ചിരുന്നു, പക്ഷേ എൻ്റെ യൂട്യൂബ് വീഡിയോയ്ക്ക് ഇതുവരെയും എനിക്ക് മോണിറ്റൈസേഷൻ ആയിട്ടില്ല അല്ലെങ്കിൽ എമൗണ്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ്. അതിൻ്റെ ഒറ്റ കാരണമുള്ളൂ, നിങ്ങളുടെ ഷോർട്ട് വീഡിയോ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ആയി അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോയുടെ എമൗണ്ട് നിങ്ങൾക്ക് ബോണസായിട്ട് കിട്ടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ ക്രൈറ്റീരിയ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. അതായത് 1000 സബ്സ്ക്രൈബറും 4000 വാച്ച് അവേഴ്സും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് വരുമാനം കിട്ടുകയുള്ളൂ, അതായത് ലോങ് വീഡിയോസിൽ നിന്നും. പിന്നെ മറ്റൊരു ഉദാഹരണം അല്ലെങ്കിൽ മറ്റൊരു സംശയം കൂടിയുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സംശയം കൂടെ നിരവധി ആളുകൾ നമ്മുടെ യൂട്യൂബ് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാണ്, എൻ്റെ ലോങ് വീഡിയോസിന് മോണിറ്റൈസേഷൻ ഉണ്ട്, അതായത് 1000 സബ്സ്ക്രൈബറും 4000 വാച്ച് അവേഴ്സും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ എൻ്റെ ഷോർട്ട് വീഡിയോയ്ക്ക് എനിക്ക് വേറെ ക്രൈറ്റീരിയ ഉണ്ടോ എന്ന് ചിലർ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ക്രൈറ്റീരിയ ഒന്നുമില്ല. നിങ്ങളുടെ ചാനലിന് നിങ്ങൾ 1000 സബ്സ്ക്രൈബറും 4000 വാച്ച് അവേഴ്സും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ക്രൈറ്റീരിയ ഒന്നുമില്ല. നിങ്ങൾക്ക് ലോങ് വീഡിയോസും മോണിറ്റൈസേഷൻ ചെയ്യാം. അതുപോലെ നിങ്ങളുടെ ഷോർട്ട് വീഡിയോയിൽ നിന്നും റവന്യൂ, അതായത് ഇൻകം നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഷോർട്ട് വീഡിയോ ആണ് ആദ്യം മോണിറ്റൈസേഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോയിൽ നിന്നും മാത്രമാണ് റവന്യൂ ജനറേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ലോങ് വീഡിയോസ് ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക്, അത് ലോങ് വീഡിയോസിൻ്റെ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ സെപ്പറേറ്റ് ക്രൈറ്റീരിയ, യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഈ രണ്ട് ഡിഫറൻറ്റ് കാര്യങ്ങളും നിങ്ങൾ വളരെ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം നിരവധി ആളുകൾ നമ്മളോട് യൂട്യൂബിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണിത്. അതുപോലെ തന്നെ യൂട്യൂബിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നവരെ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ യൂട്യൂബിൽ ഷോർട്സ് ചെയ്ത് വ്യൂസ് ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബ് വീഡിയോ അല്ലെങ്കിൽ യൂട്യൂബ് ഷോർട്സ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് 1-2 ദിവസം വെയിറ്റ് ചെയ്തിട്ടും നിങ്ങൾക്ക് വ്യൂസ് വരുന്നില്ല എന്ന് പറഞ്ഞ് നിരവധി ആളുകൾ ഇടുന്ന ഷോർട്സ് ഡിലീറ്റ് ചെയ്യുകയാണ്.
അത് വളരെ ശുദ്ധമായ മണ്ടത്തരം എന്ന് തന്നെ പറയാം. നിങ്ങളുടെ യൂട്യൂബ് ഷോർട്സ് നിങ്ങൾ അടിപൊളിയായിട്ട് ക്രിയേറ്റ് ചെയ്ത് നല്ല ടൈറ്റിൽ ടാഗ്സ് ഒക്കെ കൊടുത്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ചിലപ്പോൾ അത് 1-2 ദിവസം കൊണ്ട് വൈറലാകണമെന്നില്ല. അത് ചിലപ്പോൾ റീച്ച് ആകുന്നത് ഒരാഴ്ചയോ 2 ആഴ്ചയോ 1 മാസം അല്ലെങ്കിൽ 1 വർഷമോ കഴിഞ്ഞിട്ടായിരിക്കും. നിങ്ങളുടെ സംതൃപ്തിയിൽ അല്ലെങ്കിൽ നിങ്ങൾ എഡിറ്റ് ചെയ്യുന്ന നല്ലൊരു വർക്ക് നിങ്ങൾ വ്യൂസ് ഇല്ല എന്ന് പറഞ്ഞ് ഒരിക്കലും ഡിലീറ്റ് ചെയ്ത് കളയരുത്. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോഴായിരിക്കും ആ വീഡിയോ വൈറലാകാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഷോർട്ട് വീഡിയോ ഒരു കാരണവശാലും ഡിലീറ്റ് ചെയ്യില്ല. കോപ്പിറൈറ്റ് ക്ലെയിമോ അല്ലെങ്കിൽ കോപ്പിറൈറ്റ് സ്ട്രൈക്കോ, നമുക്ക് കോപ്പിറൈറ്റ് ക്ലെയിമാണ് ഷോർട്ട് വീഡിയോയ്ക്ക് വരുന്നത്. കോപ്പിറൈറ്റ് ക്ലെയിം ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ റിമൂവ് ചെയ്യാണ്ട് അത് എങ്ങനെയെങ്കിലും അത് അപ്പീൽ ചെയ്ത് കോപ്പിറൈറ്റ് ക്ലെയിം അതിൽ നിന്ന് ഒഴിവാക്കാനായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. അല്ലാതെ നിങ്ങൾ എടുത്തു ചാടി ഷോർട്ട് വീഡിയോ ഡിലീറ്റ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. കുറച്ച് നിങ്ങൾ ടൈം എടുത്താണെങ്കിലും അത് ആ ഷോർട്ട് ക്ലെയിം, അതായത് കോപ്പിറൈറ്റ് ക്ലെയിം റിമൂവ് ചെയ്യാൻ സാധിക്കുമോ എന്ന് നോക്കുക. ഒരു ചാൻസും ഇല്ലെങ്കിൽ മാത്രം ആ വീഡിയോ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയുക. ഡിലീറ്റ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. ആ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് വീണ്ടും അത് കോപ്പിറൈറ്റ് ക്ലെയിം ഇല്ലാണ്ട് അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് റീ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഈ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ യൂട്യൂബ് ഷോർട്ട് വീഡിയോ നിങ്ങൾ ഇട്ട് കഴിഞ്ഞ് വ്യൂസ് ഇല്ല എന്ന് പറഞ്ഞ് ഡിലീറ്റ് ചെയ്യരുത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ യൂട്യൂബിൽ ഷോർട്ട് വീഡിയോ ചെയ്യുന്നവർ ഒരു പ്രത്യേക ഒരു ശ്രദ്ധിക്കുക. യൂട്യൂബിൻ്റെ പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ഇനി ഷോർട്ട് വീഡിയോയിൽ നിന്നുള്ള ഫണ്ടൊക്കെ വളരെ കുറയുകയാണ്. അതുപോലെ ഷോർട്ട് വീഡിയോ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോയിലൂടെ കൊളാബ് ചെയ്യുന്ന, റീമിക്സ് ചെയ്യുന്ന നിരവധി ആളുകൾ നല്ല രീതിയിൽ എമൗണ്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഫുഡ് ചാനൽ ആയിക്കോട്ടെ, ട്രാവൽ ചാനൽ ആയിക്കോട്ടെ, അവർ നിരവധി ഹോട്ടൽസും റെസ്റ്റോറൻറ്റുമായിട്ടൊക്കെ കൊളാബ് ചെയ്ത് നല്ല രീതിയിൽ എമൗണ്ട് ഏൺ ചെയ്യുന്ന മെത്തേഡുകൾ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ കരുതുന്നു. എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓരോ ട്രാവൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സ് അവരുടെ ഓരോ ഹോട്ടലിൻ്റെയും അല്ലെങ്കിൽ റിസോർട്ടിൻ്റെയും ഒക്കെ ഷോർട്ട് വീഡിയോ നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് ആ കണ്ടൻറ്റ് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്തും കമൻറ്റ് ബോക്സിലും ആ കമ്പനി എന്ന് ഉദ്ദേശിക്കുന്നത് ഹോട്ടലായാലും റിസോർട്ടായാലും അതിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്കോ അല്ലെങ്കിൽ ബുക്കിംഗ് ഐ ഡിയോ ഒക്കെ നമ്മൾ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് കമൻറ്റ് ബോക്സിലും പ്ലേസ് ചെയ്യുന്നതിലൂടെയാണ് അവർക്ക് അതിലേക്ക് ഇൻഫ്ലുവൻസറിൻ്റെ മുഖേന, അതായത് വീഡിയോ ചെയ്യുന്നതിലൂടെ അവർക്ക് അതിലേക്ക് ലീഡ്സ് ചെല്ലുകയുള്ളൂ. ലീഡ്സ് എന്ന് പറയുന്നത് നല്ലൊരു ഇൻഫ്ലുവൻസർ ഒരു 10 ലക്ഷം വ്യൂസ് ഉള്ള ഒരു ഹോട്ടലിൻ്റെ ഷോർട്ട് വീഡിയോ ചെയ്തു. ആ ഹോട്ടലുകാർ ഈ ഷോർട്ട് വീഡിയോ ചെയ്യുന്ന ഇൻഫ്ലുവൻസറിന് ഒരു എമൗണ്ട് കൊടുത്തിട്ടായിരിക്കും ചെയ്യുന്നത്. ഇൻഫ്ലുവൻസറിൻ്റെ സബ്സ്ക്രൈബേഴ്സ്, അതായത് ഒരു യൂട്യൂബ് കണ്ടൻറ് ക്രിയേറ്ററിൻ്റെ വ്യൂസ് ഉള്ള ആളുകൾ ഈ വീഡിയോ കാണുകയും അത് ഇഷ്ടപ്പെടുകയും അതിൽ നിന്നും കമൻസിൽ നിന്നും ഡിസ്ക്രിപ്ഷനിൽ നിന്നും ലിങ്കിലൂടെ കയറി ആ ഹോട്ടലോ അല്ലെങ്കിൽ റിസോർട്ടിലേക്കോ ഒരു ലീഡ് ജനറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിലേക്ക് ചെല്ലുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെയാണ് ഷോർട്ട് വീഡിയോയിലൂടെ എമൗണ്ട് കിട്ടുന്നതിൻ്റെ ഏറ്റവും മുഖ്യമായ ഒരു ഘടകം എന്ന് പറയുന്നത്. എന്നാൽ ഈ വരുന്ന ആഗസ്റ്റ് 28 അല്ലെങ്കിൽ 30 കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഷോർട്ട് വീഡിയോ ചെയ്യുന്ന യൂട്യൂബേഴ്സിന് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് യൂട്യൂബിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുള്ളത്. അതിനെക്കുറിച്ചുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. കാരണം ഷോർട്ട് വീഡിയോ ചെയ്ത് നല്ല രീതിയിൽ എമൗണ്ട് ഏൺ ചെയ്തവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ വയറ്റത്തടിക്കുന്ന രീതിയിലുള്ള അപ്ഡേറ്റുകളാണ് യൂട്യൂബ് പുറത്തു വിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓൾറെഡി വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരാണ് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഞാൻ അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കാരണം യൂട്യൂബിൽ ഷോർട്ട് വീഡിയോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ മോണിറ്റൈസേഷൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. എങ്ങനെയൊക്കെയാണ് നമുക്ക് യൂട്യൂബിൽ നിന്നും ഫണ്ട് കിട്ടുന്ന അല്ലെങ്കിൽ യൂട്യൂബ് ഷോർട്സിൽ നിന്നും എങ്ങനെയൊക്കെയാണ് നമ്മൾ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനൊരു ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.